വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1,00,000 രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ 21 ഞായറാഴ്ച നടക്കും. നിലമ്പൂർ നഗരസഭയിലടക്കം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആഘോഷമാക്കുവാൻ ഒരുങ്ങി UDF ക്യാമ്പ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ കനത്ത പരാജയം നേരിട്ട സാഹചര്യത്തിൽ വണ്ടൂരിൽ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ച നേതൃത്വം. 6 പേരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ ചെയ്തു. നടപടി പുറത്തു വന്നതോടെ പാർട്ടി അണികൾക്കിടയിൽ പ്രതിഷേധം ശക്തം. തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കുവാൻ തീരുമാനമെടുത്തതായി നിലമ്പൂർ നഗരസഭ മുൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി ടീച്ചർ. 5 വർഷം ഡിവിഷനിലും നഗരസഭയിലും വികസനങ്ങൾ നടപ്പിലാക്കിയെങ്കിലും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചില്ലെന്നും ടീച്ചർ. വിശദമായ വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ 21 ഞായറാഴ്ച നടക്കും. നിലമ്പൂർ നഗരസഭയിലടക്കം മികച്ച വിജയം നേടിയ സാഹചര്യത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് UDF ക്യാമ്പ്. കൂടുതൽ പ്രവർത്തകരെ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 26 നടക്കും. രാവിലെ 10:30 ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2:30 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും നടക്കും. ചെയർപേഴ്സൺ ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാകും കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കുക. കോവിലകത്ത് മുറിയിൽ BJP അക്കൗണ്ട് പൂട്ടിച്ച് നിലവിലെ വൈസ് ചെയർപേഴ്സണെ പരാജയപ്പെടുത്തി വിജയിച്ച മുതിർന്ന അംഗം പത്മിനി ഗോപിനാഥന് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തർക്കങ്ങളില്ലാതെ തന്നെ നഗരസഭയിൽ ചെയർപേഴ്സണെയും പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുക്കുവാനുള്ള നയപരമായ നിലപാടാണ് നേതൃത്വം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സ്വീകരിക്കുന്നത്. നിലമ്പൂരിൽ വൈസ് ചെയർമാനായി ലീഗിൽ നിന്നും ഷൗക്കത്ത് അലി കൂമഞ്ചേരി എത്തുവാനാണ് സാധ്യത. എന്തായാലും ഞായറാഴ്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യങ്ങളിലെല്ലാം അന്തിമമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവുക. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിന് കനത്ത പരാജയം തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി വണ്ടൂരിൽ ലീഗ് പ്രവർത്തകർക്കെതിരെ നേതൃത്വത്തിന്റെ നടപടി. പഞ്ചായത്തിലെ 20ാം വാർഡിൽ മത്സരിച്ച ഷൈജൽ എടപ്പറ്റ പരാജയം നേരിട്ട സാഹചര്യത്തിലാണ് 6 പേർക്കെതിരെ സസ്പെൻഷൻ നടപടി പാർട്ടി സ്വീകരിച്ചത്. നടപടി പുറത്തു വന്നതോടുകൂടി പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ്. ഗ്രൂപ്പുകളിലെല്ലാം ഇപ്പോൾ ഇത് സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ്. ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡ് കമ്മിറ്റിയുടെ അഭിപ്രായം മാനിക്കാതെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ വാർഡിൽ മത്സരിക്കുകയും 247 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് കുഞ്ഞിയോട് കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തതിന് പിന്നാലെയാണ് 6 പേർക്കെതിരെ അച്ചടക്ക നടപടിയുമായി പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയായ
വനിതാ ലീഗ് നേതാവ് കെ സാജിദ, 20-ാം വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും വാർഡ് കമ്മിറ്റി സ്ഥാനാർത്ഥിയുമായി പരിഗണിച്ച വി ഹനീഫ, പഞ്ചായത്തിന്റെ മുൻ MSF പ്രസിഡന്റ് EP ഫാസിൽ, മുൻ ജനറൽ സെക്രട്ടറി PK റിയാസ്, വാർഡിലെ മുതിർന്ന നേതാക്കളായ നസീം നാലകത്ത്, EK ഹബീബ് തുടങ്ങിയവരെയാണ് നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ നടപടി പാർട്ടി മുഖപത്രമായ ചന്ദ്രികയിൽ വന്നതോടുകൂടി പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ പ്രതിഷേധ സ്വരമാണ് വണ്ടൂരിൽ ഉയരുന്നത്. മുസ്ലിം ലീഗിന്റെ ചട്ടക്കൂടുകൾ മറികടന്ന് സ്വന്തം താൽപര്യത്തിനു വേണ്ടി വണ്ടൂർ ടൗൺ വാർഡിൽ മത്സരിച്ച് കനത്ത പരാജയം ഏറ്റുവാങ്ങി പാർട്ടിക്ക് ജില്ലയിലാകെ ക്ഷീണമുണ്ടാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയ്ക്കെതിരെയും ഇതിന് കൂട്ടുനിന്ന ജനറൽ സെക്രട്ടറി MK നാസറിനെതിരെയും പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ KT നൂറുൽ ഹസൻ, ജിഷാദ് കൊക്കാടൻ എന്നിവർക്കെതിരെയുമാണ് നടപടിയെടുക്കേണ്ടത് എന്നീ ചർച്ചകളാണ് ഇപ്പോൾ വണ്ടൂരിലെ മുസ്ലിം ലീഗ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ പാർട്ടിയുടെ അസ്തിത്വം കാത്തുസൂക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങിയവർക്കെതിരെ നടപടിയെടുത്തതിനെതിരെയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. 20-ാം വാർഡിൽ ഷൈജൽ എടപ്പറ്റയ്ക്ക് നേരിട്ട പരാജയത്തിൽ നടപടി സ്വീകരിച്ചതിന് പുറമെയാണ് വാർഡിന് പുറത്തുള്ള MSF മുൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PK റിയാസിനെ പുറത്താക്കിയത്. ഇതിനെതിരെയും ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. 14-ാം വാർഡ് ചെട്ടിയാറമ്മൽ ലീഗ് കമ്മിറ്റി ഈ നടപടിക്കെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വണ്ടൂരിലെ നേതൃയോഗങ്ങളിലെല്ലാം പാർട്ടി നടപടികളും ഷൈജൽ എടപ്പറ്റയുടെ പരാജയവും സജീവമായ ചർച്ചയാകുമെന്ന കാര്യം തീർച്ചയാണ്. നിലമ്പൂർ കരുളായി റോഡിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം ഉണ്ടായത്. നിലമ്പൂർ കരുളായി റോഡിൽ മുതിരിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. മൂത്തേടം കാരപ്പുറം വെള്ളാരമുണ്ടയിലെ കുന്നങ്കേരിയിൽ റോയിയുടെ മകൻ റോഷൻ തോമസാണ് മരിച്ചത്. ബൈക്കിൽ ടിപ്പറിടിച്ചാണ് അപകടം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. നിലമ്പൂർ ഭാഗത്തു നിന്നും കാരപ്പുറത്തേക്ക് പോകുകയായിരുന്നു. ഓട്ടോയെ മറികടക്കുവാൻ ശ്രമിക്കവേ പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കുവാൻ തീരുമാനമെടുത്തതായി നിലമ്പൂർ നഗരസഭയുടെ മുൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി ടീച്ചർ. 5 വർഷം ഡിവിഷനിലും നഗരസഭയിലും വികസനങ്ങൾ നടപ്പിലാക്കിയെങ്കിലും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചില്ല. ഇതിനാൽ ഇനി പൊതുപ്രവർത്തനത്തിൽ പ്രസക്തിയില്ലെന്നും പിൻവാങ്ങുവാൻ സമയമായെന്നും സൈജി ടീച്ചർ പറഞ്ഞു. ഞാൻ 5 വർഷത്തെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ വളരെ തിരക്കേറിയ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇനി വേണ്ട ഒരു വിശ്രമം ആവശ്യമാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് വാർഡിൽ നിന്നുള്ള എല്ലാവരുടെയും സ്നേഹപൂർണമായ അഭ്യർത്ഥനയും പാർട്ടിയുടെ നിർബന്ധവും വന്നപ്പോൾ ഞാൻ മത്സരിച്ചതാണ്. അപ്പോൾ ആ മത്സരിച്ചതിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഞാൻ 100% പ്രതീക്ഷിച്ചിരുന്നു ജയിക്കുമെന്ന്. ആ ഒരു വിജയം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു അംഗീകാരം കിട്ടിയില്ല. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ജനങ്ങളുടെ വിധി നമ്മൾ അംഗീകരിക്കുന്നു, ജനവിധി. അപ്പോൾ ഇനി തുടർന്ന് പൊതുപ്രവർത്തനത്തിൽ അതിന് വലിയ പ്രസക്തിയില്ല. നമ്മൾ വികസനത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ വാർഡിൽ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ വാർഡിൽ അങ്ങനെയൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങൾ തന്നെ ഇല്ല. ആ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് പിൻവാങ്ങാൻ സമയമായി എന്നാണ്. അതാണ് ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും നാൾ ചെയ്യാൻ കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഇനി മുന്നോട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നി. തെരഞ്ഞെടുപ്പിൽ താമരക്കുളത്തെ സിറ്റിംഗ് ഡിവിഷനിലാണ് സൈജി ടീച്ചർ 67 വോട്ടിന് കോൺഗ്രസിന്റെ ഫ്രാൻസിസ് ലിജിയോട് പരാജയപ്പെട്ടത്. ജനറൽ വാർഡ് ആയിരുന്നിട്ടും വിജയമുറപ്പിച്ചാണ് ടീച്ചർ വീണ്ടും മത്സരത്തിന് ഇറങ്ങിയത്. എന്നാൽ UDFന്റെ തരംഗത്തിൽ താമരക്കുളവും കൈപിടിച്ചു. ഇതോടെയാണ് സൈജി ടീച്ചർ പൊതുരംഗം വിടാൻ തീരുമാനിച്ചത്. ഏതായാലും തിരിച്ചറിവുകൾ ഒരുപാടുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലുള്ള ഒരാൾക്ക് പൊളിറ്റിക്സ് അത്ര ശരിയാകുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടി അതിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് നല്ലതെന്ന് വിചാരിക്കുന്നു. താമരക്കുളത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാനമുള്ളൊരു വാർഡല്ല. എങ്കിലും കഴിഞ്ഞ 5 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു ബന്ധങ്ങളും അതിനനുസരിച്ച്, അതായത് ഒരു വലിയ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ചിന്തിക്കാതെ എന്നോടുള്ള ഒരു അടുപ്പം കൊണ്ട് എല്ലാവർക്കും നിർബന്ധിച്ചതുകൊണ്ടാണല്ലോ ഞാൻ നിന്നത്. അതുകൊണ്ട് തന്നെ
തീർച്ചയായിട്ടും ജയിക്കുമെന്ന് അവസാന നിമിഷം വരെയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ അതിനിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം അതിൻ്റെയും അപ്പുറത്തേക്ക് എന്താണേലും ഒരു ജനങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് അവരെടുക്കുന്ന ഒരു തീരുമാനമാണ്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, ആര് പറഞ്ഞു അല്ലെങ്കിൽ ആരുടെ സ്വാധീനം മൂലമാണെന്നുള്ളതല്ല നമ്മളതിൽ കണക്കാക്കുന്നത്. അപ്പം അവരുടെ വോട്ട് തീർച്ചയായിട്ടും എനിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാവാം. അത് എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല എന്ന് എനിക്ക് 100% ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും അതിന് അത്രയേറെ ആളുകൾ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാൾ വോട്ട് എനിക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല ഘടകങ്ങളുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണെന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്തു. അപ്പോൾ സ്വരം നല്ലതായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള രീതിയിൽ വിചാരിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തിരിച്ചറിവുകൾ ഏറെയുണ്ടായി. പരാജയത്തിന്റെ കാരണങ്ങൾ പലതാണ്. നടപ്പിലാക്കിയ വികസനങ്ങൾക്കനുസരിച്ചുള്ള ജനവിധിയല്ല വന്നിരിക്കുന്നത്. അത് വിശദമായി പഠിച്ച് പാർട്ടി തിരുത്തലുകൾ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സൈജി ടീച്ചർ പറഞ്ഞു. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. 100% പരിപൂർണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ചുള്ള റിസൾട്ട് അല്ല വന്നിരിക്കുന്നത്. ഇപ്പം മയ്യന്താനി ആണെങ്കിലും താമരക്കുളം ആണെങ്കിലും ഒക്കെ അതിന് ഉദാഹരണമാണ്. വികസനം കേരളത്തെ സംസ്ഥാനം ഒട്ടുക്ക് വികസനം മാത്രമല്ല ജനങ്ങൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ, വോട്ടിംഗ് പാറ്റേൺ തന്നെ മറ്റൊരു രീതിയിലാണ്. ഇനി മറ്റ് രാഷ്ട്രീയ ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ആ ഒരു കാരണം എന്തെന്നുള്ളത് കൃത്യമായിട്ട് അവലോകനം ചെയ്യണം. ഒരു ഇമോഷണലി ഉള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിൽ കാരണങ്ങൾ പലതാണ്. അത് കണ്ടുപിടിക്കാൻ പാർട്ടി തന്നെ ചർച്ച ചെയ്ത് തിരുത്തലുകളൊക്കെ വരുത്തുമെന്ന് കരുതുന്നു. ജനങ്ങളോടുള്ള സമീപനത്തിൽ അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വോട്ട് ചോദിക്കുമ്പോൾ അത് കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നത് തെറ്റായി പോയി എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലെ ഒരു വലിയ മാറ്റത്തിനൊരു നാന്ദി കുറിച്ചുകൊണ്ട് ഇപ്പം പുതിയ MLA വന്നതിൻ്റെ ഇടപെടലുകളും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളം ഒട്ടാകെ ഉള്ളൊരു ഇതായതുകൊണ്ട് എങ്കിൽ പോലും നമുക്കറിയാം പല വാർഡുകളിലും വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് പോയിട്ടുള്ളത്. ഏതാണ്ട് 2000 ചില്ലാനം വോട്ടുകളുടെ വ്യത്യാസമേ LDF UDF തമ്മിൽ നമുക്കിപ്പോൾ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു സന്തോഷമുണ്ട്. അപ്പോഴും നമ്മുടെ കൂടെ അടിത്തറ ഇളകിയിട്ടൊന്നുമില്ല, നമ്മുടെ കൂടെ ആളുകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ ഇനിയും നമുക്ക് വരും കാലങ്ങളിൽ ചെയ്യാൻ കഴിയും. ഇനിയൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ₹1,00,000 സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. ₹19 മുതൽ ₹999 വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ₹1,00,000 സമ്മാനവുമായി ഞാൻ എത്തുന്നു. ₹1,00,000 വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട, സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. വർദ്ധിച്ചു വരുന്ന കറന്റ് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി KM സോളാർ വേൾഡിൽ പരിഹാരമുണ്ട്. 8 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും 3 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള KM സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിവ് ഫാസ്റ്റ്, ലിവ് ഗാർഡ്, അദാനി, ലൂമിനസ്, വി ഗാർഡ്, വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ബൈഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ്. MNRE, KSCB എന്നിവയുടെ അപ്രൂവലുള്ള KM സോളാർ വേൾഡിൽ
സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവെർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററി എന്നിവയും KM സോളാറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. മമ്മൂക്കയുടെ ഗ്ലാമറിന്റെ അത്രയൊന്നും വരില്ലല്ലോ. ലാലേട്ടന്റെ ചിരിയുടെ അത്രയും വരും. രാക്ഷസ രാജാവ്, പോക്കിർ രാജ, പ്രജാപതി, മാടമ്പി, കിരീടം, വാനപ്രസ്ഥം, കമലതളം, പ്രാഞ്ചിയേട്ടൻ, ഭ്രമയുഗം. ടിവിയിൽ മമ്മൂക്കയുടെ പടം വെക്കണോ ലാലേട്ടന്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ കേട്ടോ. പക്ഷേ TV പിട്ടാപ്പള്ളിയിൽ തന്നെ വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കമില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. 1/2 ലക്ഷം രൂപ വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. വാർത്തകൾ തുടരുന്നു പ്രേക്ഷകരെ. പോരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും UDF അധികാരത്തിലേക്ക്. കഴിഞ്ഞ തവണത്തെ പോലെ 10 സീറ്റിൽ കോൺഗ്രസും 4 സീറ്റിൽ മുസ്ലിം ലീഗുമാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ 2 സീറ്റുകൾ വർദ്ധിപ്പിച്ച് LDF മുന്നേറ്റം കാഴ്ചവെച്ചു. ഇതിൽ 1 സീറ്റ് ഘടകകക്ഷിയായ NCP-S-ന്റേതാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം ഇത്തവണയും പോരൂരിൽ UDF-ന് അധികാരത്തിലെത്തുവാൻ സാധിച്ചു. 15 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 10 സീറ്റുകളിലും വിജയിച്ചു. കഴിഞ്ഞ തവണയും കോൺഗ്രസിന് പോരൂരിൽ 10 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനാടിസ്ഥാനത്തിൽ 2 വാർഡുകൾ കൂടിയെങ്കിലും അത് മുതലെടുക്കുവാൻ കോൺഗ്രസിനായില്ല. മാത്രമല്ല, പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പോരൂർ ബ്ലോക്ക് ഡിവിഷൻ നഷ്ടപ്പെടുകയും ചെയ്തു. കോൺഗ്രസിന് വളക്കൂറുള്ള പോരൂർ പഞ്ചായത്തിൽ പാർട്ടിക്ക് ഇത് ചെറിയ തിരിച്ചടിയും ആയിരിക്കുകയാണ്. 19ാം വാർഡ് താലപ്പൊലിപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന വി ശിവശങ്കരൻ പരാജയപ്പെട്ടതും CPM-ന്റെ ഉറച്ച വാർഡായ രവിമംഗലം പിടിക്കുവാൻ ഇറക്കിയ യുവസ്ഥാനാർത്ഥി ബിജേഷ് നെച്ചിക്കോടന്റെ പരാജയവും കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് നേരിയ തടസ്സമായി.
മുസ്ലിം ലീഗ് ആകട്ടെ 6 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റിൽ അധികം മത്സരിച്ചെങ്കിലും 2020-ലെ 4 സീറ്റിൽ തന്നെ ലീഗിന് ഇത്തവണ ഒതുങ്ങേണ്ടി വന്നു. 2ാം വാർഡായ ആലിക്കോട് ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ കഴിഞ്ഞ തവണ ലീഗിന് നഷ്ടമായ പാർട്ടിയുടെ ഉറച്ചുകോട്ടയായ വീതനശ്ശേരി വാർഡ് ഇത്തവണ പിടിച്ചെടുക്കുവാനായത് ആശ്വാസമായി. എന്നാൽ CPM ആകട്ടെ ഇത്തവണ പോരൂരിൽ ചെറിയ മുന്നേറ്റം കാഴ്ചവെച്ചുവെന്ന് പറയാം. 17 സീറ്റിൽ മത്സരിച്ച പാർട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് വർദ്ധിപ്പിച്ച് 4ലേക്ക് ഉയർന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് 1000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പോരൂർ ബ്ലോക്ക് ഡിവിഷൻ CP ഉണ്ണിച്ചാത്തനിലൂടെ പിടിച്ചെടുക്കാൻ സാധിച്ചത് UDF അനുകൂല തരംഗത്തിലും CPM-ന് ശക്തി പകർന്നു. LDF-ന് കരുത്തു നൽകിക്കൊണ്ട് NCP-S-ന്റെ പോരൂരിൽ മുന്നേറ്റവുമുണ്ടായി. പാർട്ടിയുടെ സംസ്ഥാന നേതാവ് കണ്ണിയം കരീം 19ാം വാർഡായ താലപ്പൊലിപ്പറമ്പിൽ നിന്നും 109 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് UDF ക്യാമ്പിനെ വരെ ഞെട്ടിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ UDF നേതാക്കൾ LDF-നൊപ്പം മികച്ചു നിന്നെങ്കിലും റിസൾട്ട് വന്നപ്പോൾ അത് NCP-S-ന് അനുകൂലമായിരുന്നു. ചുള്ളിയോട് പ്രത്യാശാനാഥ ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ കന്യാ മറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ സിജോ മരങ്ങാട്ടിൽ കൊടിയേറ്റിയതോടുകൂടിയാണ് തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ലതീഞ്ഞ്, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. ശനിയാഴ്ച 3 മണിക്ക് വാദ്യമേളങ്ങൾ, തുടർന്ന് ജപമാല, റവറൻഡ് ഫാദർ ജോൺസൺ പുതുപ്പറമ്പിൽ കപ്പുച്ചിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടക്കും. തുടർന്ന് റവറൻഡ് ഫാദർ ജോമേഷ് ഇലഞ്ഞിപ്പള്ളിയുടെ വചന സന്ദേശം, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. റവറൻഡ് ഫാദർ ബൈജു എടാട്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ റവറൻഡ് ഫാദർ ജോഫിൻ ഒഴുങ്ങാലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായി തിരുനാൾ റാസ നടക്കും. റവറൻഡ് ഫാദർ ജിൻസ് നെല്ലിക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം നടക്കും. റവറൻഡ് ഫാദർ ഷാജു മുളവേലിക്കുന്നേൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നിർവഹിക്കും. ഉച്ചയ്ക്ക് സ്നേഹവിരുന്നോടെ ഇത്തവണത്തെ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് സമാപനമാകും. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ 21-ന് ഞായറാഴ്ച നടക്കും. നിലമ്പൂർ നഗരസഭയിലടക്കം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആഘോഷമാക്കുവാൻ ഒരുങ്ങി UDF ക്യാമ്പ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ കനത്ത പരാജയം നേരിട്ട സാഹചര്യത്തിൽ വണ്ടൂരിൽ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ച നേതൃത്വം. 6 പേരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ ചെയ്തു. നടപടി പുറത്തു വന്നതോടെ പാർട്ടി അണികൾക്കിടയിൽ പ്രതിഷേധം ശക്തം. തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കുവാൻ തീരുമാനമെടുത്തതായി നിലമ്പൂർ നഗരസഭ മുൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി ടീച്ചർ. 5 വർഷം ഡിവിഷനിലും നഗരസഭയിലും വികസനങ്ങൾ നടപ്പിലാക്കിയെങ്കിലും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചില്ലെന്നും ടീച്ചർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20-ന് രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20-ന് കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.